രാജ്യത്ത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 ബംഗളൂരുവിൽ 2 കുട്ടികൾക്കും ഗുജറാത്തിൽ 1 കുട്ടിക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഇത് അത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ടോ? വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒന്നായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? 3 കുട്ടികൾക്കാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നത്? ആന്റണി ജിസ് ജോർജ്. നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടക്കം ഇക്കാര്യത്തിൽ പ്രധാനമായും പറയുന്നത്. പക്ഷേ ജാഗ്രത വേണമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളിലാണ് ഈ രോഗബാധ കൂടുതലായി കാണുന്നത്. അതായത് ഇന്നിപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് 3 കുട്ടികൾക്കാണ്. അത് ഒരു കേസ് ഗുജറാത്തിലാണ്. ആ കുട്ടിക്ക് 2 മാസം മാത്രമാണ് പ്രായമുള്ളത്. ബംഗളൂരുവിലാണ് ബാക്കി 2 കേസുകൾ ഉള്ളത്. അതിലൊരു കുട്ടി 2 മാസവും അതുപോലെ തന്നെ മറ്റൊരു കുട്ടി 8 മാസവുമാണ് പ്രായമുള്ളത്. അങ്ങനെ കുട്ടികളിലാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ വരുന്നത്. സാധാരണഗതിയിൽ ഈ രോഗം കാണുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. പക്ഷേ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഡൽഹിയിലും അടക്കം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ കൃത്യമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ചൈനയിൽ ഈ HMPV വൈറസ് മൂലം നിരവധി ആളുകൾ മരിച്ചു, അതുപോലെ തന്നെ രോഗവ്യാപനം അതിശക്തമാണ് എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന അടക്കം ശക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഗുജറാത്തിലടക്കം ഇപ്പോൾ ഈ രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും കേരളത്തിലും ഇതിന്റെ ഭാഗമായി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എല്ലാം കൊച്ചു കുട്ടികൾക്കാണ് ഈ അസുഖം വന്നിരിക്കുന്നത് എന്ന് ആന്റണി ജിസ് ജോർജ് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള സവിശേഷമായൊരു അന്വേഷണവും നടക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതുണ്ട്. പ്രായമായവരിൽ അല്ലെങ്കിൽ മുതിർന്നവരിൽ അങ്ങനെയൊന്നും കാണപ്പെടുന്നുമില്ല. 3 കൊച്ചു കുട്ടികളിലാണ് എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ളൊരു അന്വേഷണം സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കാമല്ലോ, അല്ലേ? തീർച്ചയായും അത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. നിലവിൽ ഈ രോഗം അല്ലെങ്കിൽ ഈ വൈറസ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത് തന്നെയാണ്. പലപ്പോഴായി ഈ രോഗം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിലവിൽ ഇത് ഈ ഡോക്ടേഴ്സ് പറയുന്നത് ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും അതുപോലെ തന്നെ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കുമാണ് ഈ രോഗം കടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആരോഗ്യ മന്ത്രാലയം അടക്കം അറിയിക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിലടക്കം വിശദമായ ഈ ജനിതക മാറ്റം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. കാരണം ഈ ചൈനയിൽ ഇത്തരത്തിൽ ഈ വൈറസ് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനിതക മാറ്റം അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ കുട്ടികളിലേക്കും അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് ഈ രോഗം കൂടുതൽ എന്തെങ്കിലും കടുക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് പറയുന്നത്. ചിലപ്പോൾ മാത്രമല്ല, നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെ മാത്രമേ ഈ രോഗം പകരുകയും ചെയ്യുകയുള്ളൂ. ഏതായാലും വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട്. എങ്കിലും ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം നൽകുന്നു. അതിനിടയിൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു 3 കുട്ടികൾക്ക് കൂടി ഈ പറയുന്ന HMPV അസുഖബാധ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ, അതേക്കുറിച്ച് ജാഗ്രത വേണമോ വേണ്ടയോ എന്നത് അടക്കമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്.